ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരു ഫ്രെയിം ഉണ്ടാക്കാനാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്രെയിം കിട്ടിയിട്ട് കുറേ ആയി, ഇത്തിരി വർഷങ്ങളൊക്കെ ആയി കേട്ടാ. പിന്നെ ഞാൻ അങ്ങനെ ഭയങ്കരൊന്നും ചെയ്തിട്ടില്ല. അതൊരു റൂമിൽ ഇണ്ടാണ്ടിരിക്കുകയാണ് കുറേ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് എടുക്കാം, ഇവളും വന്നതല്ല, അപ്പോൾ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഈ ഫ്രെയിം തുറന്നാലും ഇതൊന്നുമല്ല, ജസ്റ്റ് വൺ ഫ്രെയിം. ഇതിലൊരു ബാക്കിലൊരു സാധനം ഉണ്ട്, അതിലോട്ടേക്ക് നമ്മളെ ഒരു വരച്ച പിക്ചർ കയറ്റിയിടാം. ബാക്കിൽ ഇതവിടെ കയറ്റിയിടാം. എൻ്റെ റെയിൻബോ ടീമാണ് വന്നത്. എനിക്ക് ഒരു ഗോൾഡൻ ടൈപ്പ് ഇവളുടെ ഇങ്ങനെ ബാക്കിലോട്ടേക്ക് വളഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ബാക്കിലോട്ടേക്ക് എൻ്റെ സ്ട്രൈറ്റാണ് ഈ ഒരു ഫ്ലെയിം. വളഞ്ഞ ഫ്ലെയിം അല്ല, ഫ്രെയിം. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രെയിം ഞാൻ പറഞ്ഞത്. ഓക്കെ, നമ്മൾ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് ഫ്രെയിമിനുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. അതിനായിട്ട് നമുക്കൊരു ബുക്ക് വേണം. അത് ഇതിൻ്റെ ഒപ്പം കിട്ടിയെന്ന് പറഞ്ഞ് ഇതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ ഇരിക്കട്ടെ. നമുക്കിതിൻ്റെ കറക്റ്റ് അളവെടുക്കണം. അളവെടുത്തിട്ട് കാണാം. സോ നമ്മൾ അളവെടുത്തിട്ടില്ല, നമ്മളിതാ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാനുള്ള ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തങ്ങ് കളയാം. ഈ സാധനം ഞാൻ കീറി അതാകുമ്പോൾ പിന്നെ നമുക്ക് പിന്നൊട്ടിച്ചാൽ പോരെ, സെലോ ടേപ്പ് വെച്ചിട്ട്. ഇത് അല്ലാണ്ട് കയറുന്നില്ല, ഞാൻ വിചാരിച്ചു കീറാൻ. ഇനി നമുക്കിതിൻ്റെ അളവെടുത്ത് കട്ട് ചെയ്യാം. അളവ് ഇവിടെ വെച്ച് ആരെങ്കിലും വന്നോ? ഇവിടെ നീ കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഇവിടെ നോക്കാൻ പറ്റും. നമ്മളിതാ ആ ഭാഗം മടക്കി ഇനി കട്ട് 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 കട്ട്. നോമ്പൊക്കെ ആയിക്കൊണ്ട് ഞാൻ നോമ്പിന് തീരുമാനം എടുക്കണം. അവൾക്ക് ഗോൾഡൻ കിട്ടി, എനിക്ക് റെയിൻബോ. പ്രശ്നമല്ല, നമുക്കതൊന്നും പ്രശ്നമില്ല. എനിക്ക് റെയിൻബോ ആയിരുന്നു വേണ്ടേ. ഗൈസ്, ഞാൻ അളവെടുത്തു. അളവെടുത്ത് മടക്കി ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ നല്ല ചെറുതായിപ്പോയി, എൻ്റെ ഇത്തിരി വലുതും ആയിപ്പോയി. അങ്ങനെയല്ല, കട്ട് ചെയ്ത് ഇത്രയും കട്ട് ചെയ്ത് എന്നിട്ട് ഈ ഒരു സൈസിലോട്ട്. ഇനി നമുക്കിതിനെ സെലോ ടേപ്പ് വെച്ച് ഇതാക്കണം. ഇവിടെ സെലോ ടേപ്പ് നീ ഇപ്പോൾ ഒട്ടിച്ചില്ലേ? അതാ സെലോ ടേപ്പ് എവിടെ വെച്ച് ഇങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ മുഴുവൻ എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടാണ്. ബൈസിക്കിൾസും അതും ഇതൊക്കെ ഏക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ തുമ്പ് കണ്ടുപിടിക്കാനും വേണം. ഞാൻ 2 മിനിറ്റ് എടുത്ത് കണ്ടുപിടിക്കാം, അതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട്. ഗൈസ്, ഞാൻ ഇതൊക്കെ ഒട്ടിച്ചിട്ട് അയച്ചുതരാം. അപ്പോഴത്തേക്ക് ഇവള് കട്ട് ചെയ്യും, പിന്നെ ഇവള് ഒട്ടിക്കും. ഗൈസ്, ഞങ്ങൾ നേരത്തെ എടുത്ത് ഒട്ടിച്ചു, എന്നിട്ട് പണി പാളി. വരച്ചിട്ടില്ല. നമുക്ക് 2-3 കവായ് സ്റ്റിക്കറും കൂടി ഒട്ടിക്കാം. കവായ് ഗേൾസ് അല്ല, ഇത് ലബൂബാണ്. ലബൂബ് ആവശ്യമില്ല. ഇതേപോലത്തെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ഒട്ടിക്കാം. നീ ഒട്ടിക്കത് ചെറുതാണ്. എനിക്ക് കറക്റ്റ് ഇതിന് വേണ്ടിയുള്ള 3 ഇട്ട് സ്റ്റാറും 3 കറക്റ്റ് ഇതിന് വേണ്ടി. എത്ര സ്റ്റാർ ഉണ്ട് അതിന്? എത്ര സ്റ്റാർ ഉണ്ട്? എനിക്കിതാ സ്റ്റാർ ഉണ്ട്. എനിക്കും ഉണ്ട് ഒരു സ്റ്റാർ, മഞ്ഞ കളർ. ഇവിടെ ഞാൻ എവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം. പക്ഷേ എനിക്ക് മാലാക പോലെയാണ് ലവ് മാലാക.
ലവ് മാലാക. എനിക്ക് ലവ് ഇങ്ങനെ അല്ല, സ്റ്റാർ മാലാകയാണ് എനിക്ക് ലവ് മാലാക. വേറെ ഒന്നും ഞാൻ എന്തോ കണ്ടു. ഇനിയിപ്പോ എത്ര മതി? ഇനിയിപ്പോ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ ഒന്നെടുത്തുള്ളൂ. ഒന്നല്ല 2. ഒന്ന്. ഇനി നമുക്ക് എഴുതാം. എഴുതാൻ ഞാനൊരു റെഡ് പെണ്ണെടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെ. ഇനി നമുക്ക് ഇവിടെ റമദാൻ കരീം എന്ന് എഴുതി. നീ എന്തായിരുന്ന ഇത് മുബാറക്കുന്ന നമുക്ക് റമദാൻ കരീം. റമദാൻ കരീം എന്ന് എഴുതി. നിങ്ങൾക്കിത് തലതിരിഞ്ഞേക്കും കാണാം. ബാക്കിൽ കാണിച്ചൊരു നമുക്ക് മനസ്സിലായില്ല. റമദാൻ കരീം അതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓ അതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. ഞാൻ അതിന് തപ്പിക്കിടന്നാണ്. അത് നിനക്കിതിനെ ഇത്തിരി വലുതാക്കിയെങ്കിൽ ഇതിലുകൊണ്ട് ഇങ്ങനെ കേട്ടി വെച്ചത്. റമദാൻ കരീം എഴുതി. ബാക്കി നമുക്ക് കുറേ സ്ഥലമുണ്ട്. അവിടെയൊക്കെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് കുളിപ്പിക്കാം. ഞാൻ എൻ്റെ നോക്കുന്നു. എനിക്ക് മാത്രം അങ്ങനെ തോന്നി കിട്ടുന്നില്ല. മുഴുവൻ ഈ പേപ്പർ കൊണ്ടേക്കോ. ഇത് കൊണ്ടുപോകാൻ പറ്റൂലേ ഫ്രെയിം. എനിക്ക് വേറൊരു ടൈപ്പ് സ്റ്റാർ കിട്ടി. അത് കൊടുക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് തലതിരിച്ചാണോ കാണുന്നത്? അത് ശരി, ഇങ്ങനെ വെക്കാനോ? അത് കാണൂല. ഞാൻ അപ്പോഴേ ഒരു കവായ്പിന്ന് ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ കവായ്പിന്ന് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്ന് എവിടെയും വെച്ച് കാണിച്ചു തരാം. എനിക്ക് ഒരു ബുക്കിൽ സ്റ്റാറുള്ളൊക്കെ പോലത്തെ കിട്ടി. ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് കുളിപ്പിച്ചിട്ട് കാണാം. എനിക്ക് ലൈറ്റ് പോലെ തോന്നുന്നേ. എൻ്റെ കയ്യിലും ഫ്രെയിം ചെയ്തിട്ടില്ല. ഫ്രെയിം ചെയ്യണം. ഇതിനകത്ത് ഒപ്പിച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഫ്രെയിം ചെയ്യും. എടുക്കുക. ഏത് ഫ്രണ്ട് ബാക്ക് ഇതൊക്കെ ഇങ്ങനെ വരുന്ന പോലെയാണ്. സോ നമ്മൾ ഇതിനെ എടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് ഒട്ടിക്കുക. ശരിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് വെക്കാൻ. അപ്പോഴാ എനിക്ക് കറക്റ്റായി കിട്ടി. എനിക്ക് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സംശയം, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എങ്ങോട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. സ്റ്റിക്കർ കാണൂല, അതാണ് പ്രശ്നം. എൻ്റെ പ്രശ്നം പറഞ്ഞതാണ്. ഇങ്ങനെ അല്ലായിരുന്നല്ലേ എൻ്റെ അപ്പോഴത്തെ സൈസ്. ഇതിലൊക്കെ ഒരു സൈസ് ആവട്ടെ. നമുക്ക് അത്ര വേണ്ടു. എന്താ കൂടി പോയാ ഇവിടെ നേരത്തെ കറക്റ്റ് ആയിരുന്നില്ലേ? പിന്നെ എന്താ എന്തോ കൂടിപ്പോയി. നേരത്തെ കറക്റ്റ് ആയിരുന്നു, കറക്റ്റ് ഫിറ്റ്. നേരത്തെ ഇവിടെ ഒന്ന് സൈസ് കൂടിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ സൈസ് കൂടി. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു.
എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടിഞ്ഞോ എനിക്കിപ്പോഴും സംശയമുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് നോമ്പ് തുറന്നിട്ടില്ല അല്ലേ? സമയം എത്ര നോക്കട്ടെ, 5:06 എനിക്ക് ഫീൽ ചെയ്യുന്നത് എത്ര മണിയായിരുന്നു? ഒരു 7 മണി 8 മണിയൊക്കെ. അങ്ങനെ എൻ്റെ സെറ്റായി ഫ്രെയിം സെറ്റ്. ബട്ട് നമുക്ക് ഈ സൈഡിലൊക്കെ ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ഇത് കുത്തിക്കേസാണ്. ഇവിടെ ഈ ഊട്ടുണ്ടാവും. ഗൈസ് ഞാൻ സൈഡിലൊന്ന് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ല, ഇനി അതൊക്കെ ഒട്ടിക്കട്ടെ. ഗൈസ് എൻ്റെ സെറ്റായി. എൻ്റെ സെറ്റായി. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ഇവിടുത്തെ കോലം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ എടുത്ത് താഴെടാം, അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം. ഈ ബുക്സൊക്കെ ഞാൻ അത് വേസ്റ്റ് അല്ലല്ലേ. ഇതെടുത്ത് നമുക്ക് അടിയിലോട്ട് കൊക്കാം. നമുക്കിതൊന്ന് കുത്തി കയറ്റി നോക്കണം. ഇതൊക്കെ അവളുടെ രണ്ടും നല്ല ഇഷ്ടപ്പെട്ടു. എടി ഇതിൽ ഗോൾഡൻ എവിടെ? എടി നീ തിരിച്ചിട്ടാ വെച്ചിരിക്കുന്ന ഗോൾഡൻ ഭാഗം നോക്ക്. ഗോൾഡൻ ഭാഗം ഇവിടെ, മറ്റേ ഭാഗം ഇവിടെയാണ്. അവള് തിരിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ മണ്ണി. ഇവിടെയൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയത്. സെറ്റ് അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്കത് കുത്തിക്കയറ്റാൻ നോക്കാം. ഇതിന് പറഞ്ഞില്ല അത് കുത്തിക്കയറ്റാനാണ് ഈ ഒരു സാധനം. നമുക്ക് ഇനി കുത്തിക്കയറ്റാൻ ഇപ്പോൾ സെറ്റായി. ഇപ്പോഴല്ലേ നല്ല ലുക്കുള്ളത്. ഇത് ഇങ്ങനെ കുത്തിക്കയറ്റാം. ഇതെന്താ സാധനം? മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇങ്ങനെ തൂക്കാനായിരിക്കും. അല്ല ഇങ്ങനെ മതിലൊക്കെ ആ ഓട്ട ഉണ്ടാവുമ്പോ ഉണ്ടാവൂലേ? ഓട്ടയിൽ കുത്തി. അവിടെയുണ്ട് ഹോള്. അവിടത്തേക്ക് ദാ എടി അവിടെ. എന്തായാലും എന്താ ഇതെന്തായാലും നമുക്ക് ഇനി തിരിച്ച് പാക്കറ്റിലോട്ടൊക്കെ നോക്കാം. മ്യാവ് 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 മ്യാവ്. സെറ്റ്. ഇതടി കൂടെ നമുക്ക് ഇതിനൊക്കെ ഒന്ന് റമദാൻ കരീമോ, ഒന്ന് ഈദ് മുബാറക്. ആദ്യം ഇതാണ്, പിന്നെ വരുന്നത് വരാൻ പോണേ ഉള്ളൂ കേട്ടോ. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അതെ, നമ്മുടെ ഞാനാണെങ്കിൽ വിഷന്ന് കരഞ്ഞിരിക്കുകയാണ് ഗൈസ്. കരയേ. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവളുടെയാണ്. കാരണം നല്ല ഹൈറ്റ് കുറവാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഈ കുറേ അധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്, ചെറുത് ഒട്ടിച്ചോണ്ടും നല്ല രസമുണ്ട്. പിന്നെ ഈ ഗോൾഡൻ ബോർഡറും അങ്ങനെ ഇത്തിരി വളഞ്ഞിരിക്കുന്നതും കാരണം എനിക്ക് എന്താ പറയുക ഇവളുടെയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എൻ്റെ ആകുമ്പോൾ അതൊരു റെയിൻബോ ടീം സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിനക്കേത് ഇഷ്ടപ്പെട്ട്? അവർക്ക് തന്നെ എനിക്കറിയില്ല എന്താണെന്ന്. കാരണം ഞാൻ കുറേ ചെറുതൊട്ടിച്ച്, അതുകൊണ്ട് നല്ല ക്യൂട്ടാണ് ചെറുതൊട്ടിച്ച്. എനിക്ക് അതല്ല കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു, ഈ വളഞ്ഞിരിക്കുന്നത് കാരണം ഒരു ബോർഡറും. അപ്പോൾ ബൈ.